നമസ്കാരം. കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ടതും സാൻഡ്വിച്ച് പോലുള്ള പല ഡിഷുകളുടെ ഇൻഗ്രീഡിയൻ്റ് കൂടിയായ മയനൈസ് ആണ് ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. മയനൈസ് ഉണ്ടാക്കുന്നതിനായി 1 കപ്പ് എണ്ണയും 2 മുട്ടയും എടുത്തിട്ടുണ്ട്. എണ്ണ എപ്പോഴും ഫ്ലേവറുകളൊന്നുമില്ലാത്ത ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം എടുക്കാൻ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇതിനായിട്ട് ഉപയോഗിക്കരുത്. മയനൈസ് ബേസിക്കലി ഒരു എമൽഷൻ ആണ്. എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ചേർത്തിളക്കിയാൽ ചേരില്ലാത്ത 2ഓ അതിലധികമോ ലിക്വിഡുകളെ ചില പ്രത്യേക പ്രോസസ്സുകൾ ഉപയോഗിച്ച് യോജിപ്പിച്ചെടുക്കുന്നതിനെയാണ് എമൽഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വെള്ളവും എണ്ണയും ഒരുമിച്ചൊഴിച്ചു വെച്ച് സാധാരണ രീതിയിൽ ഇളക്കിയാൽ അത് യോജിക്കില്ല. അതുപോലെ തന്നെയാണ് എണ്ണയും മുട്ടയും. എന്നാൽ ഇതിനെ യോജിപ്പിക്കാനായിട്ട് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ ഒരു മിക്സിയോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറോ അല്ലെങ്കിൽ ഒരു ബീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അതിലേക്ക് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മളിതിനെ യോജിപ്പിച്ചെടുക്കും. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് എമൽസിഫയർ. എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്ത് അതിൻ്റെ ടെക്സ്ചർ നിലനിർത്തണമെങ്കിൽ ഈ എമൽസിഫയർ ആവശ്യമാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മുട്ടയിലുള്ള ലെസിത്തിൻ എന്ന ഫാറ്റും അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസുമാണ് ഇവിടെ എമൽസിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഒറിജിനൽ ഫ്രഞ്ച് മയനൈസിൽ കടുകിൻ്റെ പേസ്റ്റ് ചേർക്കാറുണ്ട്. അത് ഫ്ലേവറിനും അതുപോലെ തന്നെ കടുകിൻ്റെ പേസ്റ്റ് നല്ലൊരു എമൽസിഫയർ കൂടിയാണ്. അതുപോലെ തന്നെ ഒറിജിനൽ ഫ്രഞ്ച് മയോനൈസിൽ മുട്ടയുടെ മഞ്ഞ മാത്രമേ അവർ ചേർക്കാറുള്ളൂ. എന്നാൽ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ഫ്ലേവറിലാണ്. നമ്മൾ കടുകിൻ്റെ പേസ്റ്റ് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ മുഴുവൻ മുട്ടയുമാണ് ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ നന്നായിട്ട് ഉണങ്ങി വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത ഒരു മിക്സിയുടെ മീഡിയം സൈസ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 മുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി 1-2 വെളുത്തുള്ളിയുടെ അല്ലി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ പുതിനയില ചേർക്കാം, അതല്ലെങ്കിൽ പെപ്പർ പൗഡർ, ഇറ്റാലിയൻ ഹെർബ്സ്, ഒലീവ്സ്, അതല്ലെങ്കിൽ തന്തൂരി മസാല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാച്ച് ചെയ്യുമെന്ന് തോന്നുന്ന ഏത് ഫ്ലേവറും ചേർക്കാവുന്നതാണ്. ഇനി മിക്സിയുടെ ജാർ അടച്ചു വെച്ച് 10 മുതൽ 15 സെക്കൻഡ് നേരം വരെ ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് എണ്ണയിൽ നിന്നും 1/4 കപ്പ് എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. പിന്നീട് അടച്ചു വെച്ച് 10 മുതൽ 15 സെക്കൻഡ് നേരം വരെ ബ്ലെൻഡ് ചെയ്യുക. ഇനി ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് 1/4 കപ്പ് എണ്ണ വീതം ഒഴിച്ച് 10-15 സെക്കൻഡ് നേരം ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ ഇനി 3 പ്രാവശ്യം കൂടി ചെയ്ത് കഴിയുമ്പോൾ 1 കപ്പ് എണ്ണ പൂർത്തിയാകും. അങ്ങനെ 1 കപ്പ് എണ്ണ 4 പ്രാവശ്യമായിട്ട് ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇതല്പം ഓയിലി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇതിലേക്ക് നമ്മൾ അല്പം വിനെഗർ കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിയായിക്കോളും. 2 ടീസ്പൂൺ വിനാഗിരിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. നല്ലൊരു ഫ്ലേവറിനും അതുപോലെ തന്നെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കുക. വീണ്ടും അടച്ചു വെച്ച് 10-15 സെക്കൻഡ് നേരം ബ്ലെൻഡ് ചെയ്യുക. മയോനീസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 3-4 ദിവസം വരെ കേടുകൂടാതിരിക്കും. എങ്കിലും കുക്ക് ചെയ്യാത്ത മുട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുക. മുട്ട ചേർക്കാതെ നിങ്ങൾക്ക് മയോനൈസ് ഉണ്ടാക്കാൻ പറ്റും. മുട്ടയ്ക്ക് പകരമായിട്ട് 1/2 കപ്പ് നല്ല കൊഴുപ്പുള്ള പാലോ അതല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അതുമല്ലെങ്കിൽ സോയ് മിൽക്കോ ഉപയോഗിക്കാവുന്നതാണ്. മയോനൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.